Hi all. Here I am discuss thermodynamic behavior of an ideal Bose gas. ഇതിന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പാർട്ടീഷൻ ഇക്വേഷൻ log Q is equal to minus epsilon E log of 1 minus Z 1 by summation E log 1 plus A Z a raised to minus beta E എന്നും അതുപോലെ number of particles n equal to summation E 1 by z minus 1 e raised to beta e plus a. ഇതിൽ a equal to പ്ലസ് 1 ആവുന്നത് എപ്പോഴാണ്? ഫെർമി ഡിറാക്കിൻ്റെ കേസിലും അതുപോലെ -1 എന്ന് വരുന്നത് ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ കേസിലാണ്. ഇവിടെ നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഗ്യാൻ പാർട്ടീഷൻ ഇക്വേഷൻ PV/kT log Q is equal to minus summation E log of 1 minus Z e raised to minus beta E. അതുപോലെ n equal to അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n equal to summation E 1 by Z minus 1 e raised to beta E minus 1. ഇക്വേഷൻ 1 and 2 അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഫോർ ലാർജ് V എന്താ സ്പെക്ട്രം ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ സ്റ്റേറ്റ് ഈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ് സമ്മേഷൻ ഇക്വേഷൻ 1 and 2ലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സമ്മേഷൻ നമ്മൾ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതിനെ സമ്മേഷനെ നമ്മളെന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ റീപ്ലേസ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താവും ഇക്വേഷൻ 1 and 2 PV/kT ഈസ് ഈക്വൽ ടു -1 by h ക്യൂബ്. h ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ ആവുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ബൈ h ക്യൂബ് ചെയ്യണം. അപ്പോൾ എന്താവും -1 by h ക്യൂബ് ഇൻ്റഗ്രൽ over 0 to infinity log of 1 minus Z e raised to minus beta E d cube Q d cube P. ഈ d cube Q എന്ന് പറഞ്ഞാൽ V, അതുപോലെ d cube P എന്ന് പറഞ്ഞാൽ 4 pi p² dp എന്നാണ്. ഇതിൽ ഈ രണ്ട് വാല്യൂ d cube Qൻ്റെയും d cube Pൻ്റെയും വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും -V/h cube 4 pi integral over 0 to infinity log of 1 minus Z e raised to minus beta E 2me into m/√2me de എന്ന് കിട്ടി. ഇനി ഇതിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ -4 pi v/h ക്യൂബിൽ ഇൻ്റഗ്രൽ ഓവർ 0 to infinity log 1 minus Z e raised to minus beta E 2m² into e raised to minus half de എന്ന് കിട്ടി. ഇനി ഇതിൽ -4 pi vയിൽ 2നെ നമ്മൾ എന്താണ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 pi v/h ക്യൂബ് ഇൻ്റഗ്രൽ ഓവർ 0 to infinity log of 1 minus 1 by Z e raised to minus beta E into 2m² 2 raised to minus half m power minus half e raised to half d എന്ന് കിട്ടി. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താവും PV/kT is equal to -2 pi v/h ക്യൂബ് into 2m raised to 3/2 എന്ന് കിട്ടും. അതുപോലെ ബാക്കി ഇൻ്റഗ്രൽ ഓവർ 0 to infinity e raised to half log 1 minus Z e raised to minus beta E d എന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് PV/kTക്കുള്ള ഇക്വേഷൻ. ഇനി ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് എന്നിനെ ഇതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്താവും 1 by h ക്യൂബ് ഇൻ്റഗ്രൽ ഓവർ 0 to infinity 1 by Z raised to -1 e raised to beta E -1 d cube Q d cube P. ഇതിൽ d cube Qക്ക് V എന്നും d cube Pക്ക് 4 pi p² dp എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ p²ന് 2me എന്നും dpക്ക് m/√2me de എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n is equal to 2 pi v/h ക്യൂബ് into 2m raised to 3/2 integral over 0 to infinity e raised half de divided by Z minus 1 e raised to beta E -1 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടാണ് ഇക്വേഷൻ 3 and 4 ആണ് PV/kTക്കും എന്നിനുള്ള ഇക്വേഷൻ. ഇതിൽ ഇൻ്റഗ്രൽ ഓവർ 0 to infinity ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലോവർ ലിമിറ്റ് 0 എന്ന് കൊടുക്കുമ്പോൾ ഈക്ക് ലോവർ ലിമിറ്റ് E എന്ന് കൊടുക്കും 0 എന്ന് കൊടുക്കുമ്പോൾ എന്താണ് ഈ ഇക്വേഷൻ എന്താണ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇതിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഇല്ലാതാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി സ്പ്ലിറ്റ് ഓഫ് ദ ടേംസ് ഇൻ 1 and 2.
ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്തെന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്ത് എഴുതിയിട്ട് അപ്പോൾ 4e = 0 എന്താവും? നമുക്ക് ഫസ്റ്റിലുള്ള ഒരു ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഇക്വേഷൻ PV/KT = എന്താണ്? log Q = മൈനസ് സമ്മേഷൻ E log of 1 - z e βi. അതിൽ ഈൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ log Q = മൈനസ് ഓഫ് log 1 - z എന്ന് കിട്ടും. അതായത് e βiക്ക് ഈക്ക് 0 കൊടുക്കുമ്പോൾ 1 - z എന്ന് കിട്ടും. അതുപോലെ n = എന്താണ്? 1/z - 1 e βi - 1 ആണ്. അവിടെ ഈക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 - z - 1 അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തുമ്പോൾ z/1 - z എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ എന്താണ് 3 and 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? PV/KT = മൈനസ് 2πv/h³ × 2m⁻³ (0 to ∞ e½ log 1 - z e βi dE മൈനസ് log 1 - z. ഇവിടെ മൈനസ് വരാൻ കാരണം നേരത്തെ നമുക്ക് എന്താണ് കിട്ടിയത്? മൈനസ് ഓഫ് log 1 - z ആണ്. അപ്പോൾ അവിടെ അങ്ങനെയാണ് അത് മൈനസ് വന്നത്. ഇനി ഇതിൽ നമ്മൾ എന്താണ് റീഅറേഞ്ച് ചെയ്താൽ വിയും കട്ട് ചെയ്ത് പോകും. അപ്പം P/KT = മൈനസ് 2πh³ 2m⁻³ (0 to ∞ e½ log 1 - z e βi dE മൈനസ് log 1 - z/v എന്ന് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ എന്നിനെയും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? n = 2πv/h³ 2m⁻³ (0 to ∞ e½ dE/z - 1 e βi - 1 പ്ലസ് z/1 - z എന്ന്. ഇനി അത് /v ചെയ്യുക. അപ്പോൾ n/v = 2πh³ 2m⁻³ (0 to ∞ e½ dE/z - 1 e βi - 1 പ്ലസ് 1/v z/1 - z എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മളെന്താണ് h0 = z/1 - z എന്നാണ് നമുക്കറിയാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ n0 = എന്താണ്? 0, 1, 2 up to ∞ വരെ വരാം. സപ്പോസ് ഇനി n0 = 0 ആണെങ്കിൽ എന്താണ്? ദെൻ z = 0 ആണ്. n0 = ∞ ആണെങ്കിൽ എന്താവണം? n0 = ആണെങ്കിൽ ഡിനോമിനേറ്റർ 0 ആണോ? അതായത് n0 = z/1 - z ആണ്. അവിടെ n0 ∞ ആവണമെങ്കിൽ എന്താണ്? z = 1 ആയാലാണ് ഡിനോമിനേറ്റർ അവിടെ 0 ആയിപ്പോൾ. അപ്പോൾ n0 = ആവും. അതുപോലെ z-ൻ്റെ വാല്യൂ എന്നത് ഫ്രം 0 to 1 വരെ വേരി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതായത് അപ്പോൾ ഫിഗാസിറ്റി ഫോർ ഐഡിയൽ ബോസ് സിസ്റ്റം ഈസ് 0 to 1 വരെയാണ്. അതായത് മിനിമം വാല്യൂ 0 ആയും മാക്സിമം വാല്യൂ 1 ആണ് പ്ലസ് 1 ആണ് വരുന്നത്. സപ്പോസ് z = 1 എന്ന അസംഷൻ നമ്മൾ എടുത്താൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി ഗ്രൗണ്ട് ലെവൽ എന്നത് n0 = ആണ്. അതായത് n0 = എന്ന് പറഞ്ഞാൽ ഓൾ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ. എല്ലാ പാർട്ടിക്കിൾസും, അതായത് ഒരു ബോസ് സിസ്റ്റത്തിൻ്റെ കേസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഓക്യുപ്പൈ ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. താങ്ക് യു.